ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് നാളെ മാത്സ് ആണ് എക്സാം. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി നോക്കാം. ക്രിസ്മസ് എക്സാം ആണ്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കി നോക്കാം. എക്സ്പ്രസ് 260 as a product of its prime factors. അപ്പോൾ 266 എന്താണ് അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ 260 നമുക്ക് എങ്ങനെ എഴുതാം? 260 നമുക്ക് 26 × 10 എന്ന് എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ പ്രോഡക്റ്റ് പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഈ 26 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 13 എന്ന് എഴുതാം. 10 നമുക്ക് എന്ത് എഴുതാം? 5 × 2 എന്നും എഴുതാം. ഓക്കെ, ഇപ്പൊ ഇനി എന്തായി? ഇപ്പൊ 2 പ്രാവശ്യം 2 ഉണ്ട്. ഈ 13നെയും 5നെയും ഏതിൻ്റെയിലും മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ? 13നെ 1 × 30 13 ആണ്. വേറെ ഒന്നും കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13 വരില്ല. അതുപോലെ തന്നെ 1 × 5 5 കിട്ടും. വേറെ ഒരു നമ്പർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടില്ല? 5 കിട്ടില്ല. അപ്പോൾ ഇതിവിടെ സ്റ്റോപ്പായി. അപ്പോൾ നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് എഴുതാം. 260 which is equal to എന്തൊക്കെയാണ്? 2 എത്ര പ്രാവശ്യം ഉണ്ട്? 2ൻ്റെ സ്ക്വയർ ഇൻറ്റു 5 × 13. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. Express 385 as a product of 3 prime numbers and find all its factors. അപ്പോൾ ഈ 385 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 385 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 × 77 ചെയ്താലാണ് 385 കിട്ടുക. ഇനി 5 നമുക്ക് എങ്ങനെയും ചെയ്യാൻ പറ്റുമോ? ഇല്ല. 5ന് 77 നമുക്ക് എന്ത് ചെയ്യാം? 11 × 7 ചെയ്താൽ നമുക്ക് 77 കിട്ടും. അപ്പോൾ ഇനി ഇതിനെ പിന്നെ ചെയ്യാൻ പറ്റുമോ? 11 ഒരു നമ്പർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും 11 കിട്ടില്ല, 7 കിട്ടില്ല, 5 കിട്ടില്ല. അപ്പോൾ ഇത് അവസാനിച്ചു. 385 ഈസ് ഈക്വൽ ടു 5 × 11 × 7. ഓക്കെ, ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ നോക്കാം. Find all prime numbers less than 25. Identify pairs among them have a difference of 2. അതായത് 25ൻ്റെ അടിയിലുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും എഴുതാം. അപ്പോൾ ഏതൊക്കെയാണ് 25ൻ്റെ അടിയിൽ വരുന്ന പ്രൈം നമ്പേഴ്സ്? 2, 3, 5, 7, 11, 13, പിന്നെ ഏതാ? 17, 19, 23. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? 25ൻ്റെ അടിയിൽ വരുന്ന പ്രൈം നമ്പേഴ്സ്. ഇനി ഇവ തമ്മിലുള്ള ഇത് പെയറാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പെയറാക്കേണ്ടത്? ഡിഫറൻസ് ഓഫ് 2 വരുന്ന രീതിയിൽ. അതായത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ ഡിഫറൻസ് 2 കിട്ടണം. അതായത് ഇപ്പോൾ ഇത് നോക്കൂ, 5 - 3 2 അല്ല. അപ്പോൾ നമുക്കൊരു പെയർ കിട്ടി 3 5. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് 5 7 എഴുതാം. ദെൻ അടുത്തത് 13 11 13 എഴുതാം. 17 19 എഴുതാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആക്ടിവിറ്റി 1 എഴുതേണ്ടത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കി നോക്കാം. ആക്ടിവിറ്റി 2 എന്താ? കൂട്ടുകാർ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ആക്ടിവിറ്റി 2. A rectangular tank has internal length, width and height 90, 18 and 70 respectively. അപ്പോൾ ഒരു റെക്ടാങ്കുലർ ടാങ്കിൻ്റെ ലെങ്ത്, ഇന്റേണൽ ഉള്ളിലത്തെ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഇവിടെ എഴുതാം. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം.
ടാങ്കിൻ്റെ എന്താണ് ലെങ്ത് എന്ന് പറയുന്നത് 90 ആണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് 80 ആണ്, ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് 70 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക്? കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം. അപ്പോൾ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താ? L ഇൻറ്റു ബി ഇൻറ്റു എച്ച്, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വോളിയം എന്ത് കാണാം? വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ആയിട്ടുള്ളത് 90 ഇൻറ്റു 80 ഇൻറ്റു 70. ഓക്കെ, ഇനി 9 ഇൻറ്റു 8 ഇൻറ്റു 7 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 504 കിട്ടും. ബാക്കി സീറോസ് എടുത്തെഴുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വോളിയം അല്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത് 1 tens 100,000 10,000 lakh. 1 tens 100,000 10,000 lakh. അപ്പോൾ ഇത്രയുമാണ് എത്ര? 5,04,000 അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയുമാണ് എന്ത്? കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത്. കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, എ റെക്ടാങ്കുലർ ടാങ്ക് ഹാസ് ഇന്റേണൽ ലെങ്ത്. ഉള്ളിലത്തെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഇന്റേണൽ ലെങ്ത് എന്ന് പറയുന്നത് 90 സെന്റിമീറ്റർ. Then width is equal to 80 centimeter and height is equal to 90 centimeter. അങ്ങനെയാണെങ്കിൽ what is the capacity of the tank? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കപ്പാസിറ്റി കണ്ടുപിടിക്കാം. നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. വോളിയം is equal to L into B into H. ലെങ്ത് into breadth into height ആണ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് വോളിയം is equal to 90 into 80 into ഹൈറ്റ് എത്രയാണ്? 90 ഇൻറ്റു 70 ആണ്, ഹൈറ്റ് 70 ആണ്, ഇൻറ്റു 70. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 9 ഇൻറ്റു 8 ഇൻറ്റു 7 ചെയ്താൽ നമുക്ക് 504 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ആ ബാക്കിയുള്ള 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്? ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി ആണ്. കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് നോക്കാം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ലിറ്റർ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ ലിറ്റേഴ്സിൽ എഴുതാൻ? നമുക്ക് എത്ര കപ്പാസിറ്റി എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ വോളിയത്തിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 1008 ഡിവൈഡ് ചെയ്താൽ മതി. സോ കപ്പാസിറ്റി ഓഫ് ദിസ് ടാങ്ക് എന്ന് പറയുന്നത് 504 ലിറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബി ചോദ്യം, ദ ടാങ്ക് കൺകറന്റ്ലി കണ്ടെയ്ൻസ് 288 liters ഓഫ് വാട്ടർ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ? അപ്പോൾ ഇപ്പോൾ എത്ര ഉണ്ട്? ഇപ്പോൾ ഉള്ള ഇതിൽ 288 ലിറ്റർ വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ബി ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ വാട്ടർ എന്ന് പറയുന്നത് എന്താ? വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ബേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് വോളിയം ഓഫ് വാട്ടർ 288 ലിറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 288 ലിറ്റർ നമുക്ക് ഇതുപോലെ സെന്റിമീറ്റർ ക്യൂബിലോട്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 288 ഇൻറ്റു 1000, അതായത് 288,000. ഓക്കെ, അപ്പോൾ നമുക്ക് വോളിയം ഓഫ് ദ വാട്ടർ കിട്ടി. ഇനി ഏരിയ ഓഫ് ദ ബേസ് എന്തായിരിക്കും? ബേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര? 90 ഇൻറ്റു 80. സീറോസ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ഇത് ചെയ്താൽ നമുക്ക് കിട്ടും ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ വിച്ച് ഈസ് ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇഫ് ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കുലർ ടാങ്ക് ആർ ഡബിൾഡ്. അപ്പോൾ ലെങ്ത്തും അതുപോലെ തന്നെ
വിഡ്ത്തും ഹൈറ്റും ഒക്കെ ഡബിൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ഇറ്റ്സ് ന്യൂ കപ്പാസിറ്റി? ഇതിൻ്റെ പുതിയ കപ്പാസിറ്റി എന്തായിരിക്കും? അപ്പോൾ 1 ആണ് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് എന്ന് വിചാരിക്കുക. അതെല്ലാം ഡബിൾ ചെയ്തു. അപ്പോഴുള്ള കപ്പാസിറ്റി എത്രയായിരിക്കും? 8 ടൈംസ് ആയിരിക്കും. സോ ഓപ്ഷൻ സി, ഇറ്റ് ഇൻക്രീസ്ഡ് ബൈ 8 ടൈംസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം എന്താ? രാജു ഡെപ്പോസിറ്റഡ് 1 tens 100,000 10,000 37,500 rupees in a bank with 9% interest. How much money will Raju get back after 1 year? അപ്പോൾ എന്താണ്? രാജു ഇത്രയും എമൗണ്ട് 9% പലിശയ്ക്ക് ബാങ്കിൽ നിക്ഷേപിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിന് ശേഷം രാജുവിന് എത്ര പൈസ കിട്ടും? അപ്പോൾ അത് നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ്? ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? P × R × T / 100 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ P എന്ന് പറയുന്നത് എന്താ? P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാൾ. P എന്താണ്? ഏതാണ്? 37,500 ആണ്. 37,500 ഇൻറ്റു ഇവിടെ R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? 9 ആണ്. ഇൻറ്റു T എന്ന് പറഞ്ഞാൽ എന്താ? ടൈം, അതായത് ഇയർ ആണ്. എത്ര വർഷമാണ്? 1 വർഷം. അപ്പോൾ നമുക്കത് കിട്ടി. ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3, 3, 7, 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. രാജു ഡെപ്പോസിറ്റ് ചെയ്ത പൈസ 3750 ആണ്. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇതും കൂടെ കൂടും. 5, 7, 3, 3. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ ഒരു വർഷത്തിന് ശേഷം എത്ര പൈസ കിട്ടും? 5, 7, 8, 10, ബാക്കി 1, 2, 4. അപ്പോൾ എത്ര? ഒരു വർഷത്തിന് ശേഷം രാജുവിന് 40,875 രൂപ ലഭിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് കൂട്ടുകാരെന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് എന്താ? ഇഫ് clothes worth 650 rupees are bought from a shop that offers a 40% discount, how much discount will be given? If clothes worth 650 rupees are bought from, അപ്പോൾ എന്താണ്? ഒരു കടയിൽ നിന്ന് 650 രൂപ വിലയുള്ള ക്ലോത്ത്സ് വാങ്ങി. എ ഷോപ്പ് ദാറ്റ് ഓഫേഴ്സ് എത്രയാണ്? 40% ഓഫാണ് അവിടെ. ഹൗ മച്ച് ദ ഡിസ്കൗണ്ട് വിൽ ബി? അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതായത് 40%, 650ൻ്റെ 40% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40/100 ഇൻറ്റു 650. സീറോസ് ക്യാൻസൽ ചെയ്തു. ഇനി ഇത് ചെയ്താൽ എത്ര കിട്ടും? 260 രൂപ. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 260 രൂപയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ ആണ്. സി ക്വസ്റ്റ്യൻ എന്താ? സി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. എ ഡെപ്പോസിറ്റ് ഓഫ് 50,000 rupees earned an interest 4,000 rupees after 1 year. What is the percentage of interest? അപ്പോൾ percentage of interest കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? rate is equal to ഇവിടെ തന്നിട്ടുള്ള എന്താണ്? 4,000 ആണ്. 4,000 into 100 by പിന്നെ എന്താണ്? 50,000 തന്നിട്ടുണ്ട്. 50,000 into 1. ഇത് ചെയ്താൽ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. അതായത് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 8%. ഇനി നെക്സ്റ്റ്, ദ ഇൻട്രസ്റ്റ് ഓൺ 100 rupees for year is 8. അപ്പോൾ 100 രൂപക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8 ആണ്. ഹൗ മച്ച് വിൽ ബി ദ ഏൺഡ് ഓൺ 2,500 rupees in 1 year? അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? 100 രൂപക്കുള്ളത് എത്രയാണ്? 8 ആണ്.
അങ്ങനെയാണെങ്കിൽ 2500 രൂപയ്ക്കുള്ളത് എന്തായിരിക്കും? 2500 ഇൻറ്റു 8/100. ഓക്കെ, അപ്പോൾ ഇത് 2 zeros ക്യാൻസൽ ചെയ്തു. 25 ഇൻറ്റു 8 ചെയ്താൽ നമുക്ക് 200 കിട്ടും. സോ ഓപ്ഷൻ ബി 200 is the correct answer. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ്? എ കമ്പനി ഗീവ്സ് 9% ഓഫ് ദ മന്ത്ലി സാലറി ആസ് എ ബോണസ്. അപ്പോൾ 9% മന്ത്ലി സാലറി ബോണസ് ആയിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വിൽ എ പേഴ്സൺ വിത്ത് എ സാലറി ഓഫ് 56,375 rupees ഗെറ്റ്? അപ്പോൾ ബോണസും കൂടെ കൂട്ടിയിട്ട് എത്ര രൂപ കിട്ടും? അപ്പോൾ ബോണസ് എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ 9% ഓഫ് ഇതാണ്, അതായത് 9/100 ഇൻറ്റു 5, 6, 3, 7, 5 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഇത് ചെയ്താൽ നമുക്ക് കിട്ടും 5073.75 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, എ ടെക്സ്റ്റ് ബുക്ക് വാസ് ബോട്ട് ഫോർ 360 rupees and 48 rupees വാസ് ഡിഡക്റ്റഡ്. വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്? അപ്പോൾ ഒരു പുസ്തകം വാങ്ങിയപ്പോൾ 960 രൂപയാണ്, അതിൽ നിന്ന് 48 പൈസ കുറച്ചു. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണ്? അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക. എന്താണ്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് ബൈ മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 48 രൂപയാണ്. മാർക്ക്ഡ് പ്രൈസ് എത്രയാണ്? 960 ആണ്. ഇൻറ്റു 100. സീറോസ് ക്യാൻസൽ ചെയ്തു. ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അപ്പോൾ 5% ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് സി ക്വസ്റ്റ്യൻ? എ കമ്പനി ദാറ്റ് മാനുഫാക്ചേഴ്സ് ടെലിവിഷൻസ് ഹാസ് ഡിസൈഡഡ് ടു റെഡ്യൂസ് ദ പ്രൈസ് ബൈ 5% ഫ്രം നെക്സ്റ്റ് മന്ത്. വാട്ട് വിൽ ബി ദ പ്രൈസ് ഓഫ് ദ ടെലിവിഷൻ കറൻ്റ്ലി കോസ്റ്റിംഗ് 48,000 rupees ഇൻ ദ നെക്സ്റ്റ് മന്ത്? അതായത് ഈ 48,000 രൂപയുടെ 5% നമ്മൾ കണ്ടുപിടിക്കണം. ആ 5% നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അതായത് നമുക്ക് കണ്ടുപിടിക്കാം 5% ഓഫ് 48,000. അതായത് 5%ന് നമുക്ക് 5 ഇൻറ്റു 100 എന്ന് എഴുതാം. ബാക്കിയുള്ളത് സെയിം തന്നെ ആയിട്ട് എഴുതാം. ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2400 എന്ന് കിട്ടും. അതായത് പുതിയ പ്രൈസ്, ന്യൂ പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 48,000 നിന്നും 2400 മൈനസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് 45,600 rupees എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ്, a shirt was originally priced 1,200 rupees was available for 840 rupees. What is the discount percentage? അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ നമുക്ക് 30 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരെനിക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.